ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോണത് BB ക്രീമും CC ക്രീമുമാണ്. ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളതെന്നാണ് നോക്കണത്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പോൺസിൻ്റെ BB+ ക്രീമാണ്. പിന്നെ നോക്കുന്നത് ലാക്മിയുടെ CC ക്രീമാണ്. ഇത് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. രണ്ടും രണ്ടായിട്ടാണ് ഞാൻ എടുത്തേക്കണത്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. അതിൽ ഒരു സൈഡിൽ ഞാൻ പോൺസും ഒരു സൈഡിൽ ഞാൻ ലാക്മിയാണ് യൂസ് ചെയ്യണത്. ഇട്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് ഞാനൊരു ഡെമോ പോലെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫേസിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു BB+ ക്രീമാണ് യൂസ് ചെയ്യണത്. ഇത് പോൺസിൻ്റെ BB+ ക്രീമാണ്. ഇതാണ് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ വന്നിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡൊന്നും കിട്ടണ പോലെ നമുക്ക് ഷെയ്ഡ് കിട്ടില്ല. അവർ കുറച്ച് ഷെയ്ഡ് തരും, നമ്മൾ ഏതെങ്കിലും ഒരു മാച്ചായിട്ട് നോക്കി എടുക്കണമെന്ന് മാത്രം. ഇങ്ങനെ ട്യൂബ് പോലെയാണ് വരുന്നത്. നമ്മൾ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫേസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായി പോകും. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതല്ലോ, ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്വാണ്ടിറ്റി നോക്കിയെടുക്കണം. ഞാനിപ്പോൾ BB ക്രീം കുറച്ച് നല്ലൊരു വൈറ്റ് കാസ്റ്റ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം നോക്കാണ്ട് എടുത്തുകൊണ്ട് ഒന്നിനും കുറച്ച് അധികം വന്നു. ഞാനത് നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. ഈ പോൺസിൻ്റെ BB ക്രീമിൽ SPF 30 PA++ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷനും കൂടി തരും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ടാവും, ഇനി എക്സ്ട്രാ നമ്മൾ ഒരു സൺസ്ക്രീനെ ഇടണോ എന്നുള്ളത്. ഇടണം. നമുക്ക് ഇത് SPF 30 ഉള്ളൂ. നമ്മൾ മുഖത്ത് SPF 50 എങ്കിലും വേണം എന്നാണ് പറയുക. പിന്നെ PA++ ഉള്ളൂ, 2+ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് മതിയാവും തോന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം സാധാരണ ഇടമാതിരി മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു BB ക്രീം ഇടണം. എന്നിട്ടത് ബ്ലെൻഡ് ചെയ്താൽ മതി. അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊന്നും ഇടണ്ട. ഇതൊരു ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്കത് കവർ ചെയ്യുന്നില്ല. നമ്മളെ ആക്നെ അങ്ങനെ എന്തെങ്കിലും പിമ്പിൾസ് ഒന്നും ഇത് കവർ ചെയ്യില്ല. അങ്ങനെ ഒരു ഇതൊന്നും കിട്ടണില്ല ഇതിന്ന്. അപ്പം ഞാൻ ബ്ലെൻഡൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ. മറ്റേ സൈഡ് എൻ്റെ നോർമൽ സ്കിന്നാണ്, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുണ്ടാവും. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ലാക്മിയുടെ CC ക്രീമാണ്. ഇത് വന്നിട്ട് ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് വന്നേക്കണത്. പിന്നെ ഇതിലും SPF 30 PA++ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഡോട്ടായിട്ട് ഇട്ടിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ CC ക്രീമും BB ക്രീമും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇട്ട വഴിക്ക് ഭയങ്കര വൈറ്റ് കാസ്റ്റ്, ഒരു വൈറ്റ് കളർ പോലെ തോന്നും, ഭയങ്കര ഒരു ഷെയ്ഡ് പോലെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അബ്സോർബായിട്ട് കറക്റ്റ് സെറ്റാവും. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അത് നന്നായി അബ്സോർബ് ആവും. നമുക്കൊരു മേക്കപ്പ് ഒക്കെ ഇട്ട ഒരു ഫീല് വരും. ഫൗണ്ടേഷൻ ഇത് കറക്റ്റ് ഒരു ഫൗണ്ടേഷൻ അല്ല, ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ ഇവർ പ്രത്യേകം അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ അത്രയും ഒരു ഇത് തരുന്നില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ. ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെയൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ ഈ ആക്നി മാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കവറായി പൊക്കോളും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കവറായിട്ടൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് നേരം വേണം ഇത് സെറ്റ് ആവാനായിട്ട്. ഒരു 10-15 മിനിറ്റ് നേരം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളായിട്ട് സെറ്റായി പൊക്കോളും, സ്കിന്നായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നും വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും. പിന്നെ ഇത് ഇടുമ്പോൾ എപ്പോഴും കഴുത്തിലും എല്ലാ സാധനങ്ങളും അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഇടുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിലും ഇടണം. അല്ലെങ്കിൽ മുഖത്ത് വേറൊരു കളറ്, കഴുത്തിൽ വേറൊരു കളറ്, അതൊരു വൃത്തികേടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് BB ക്രീമും മറ്റേ സൈഡ് CC ക്രീമുമായിട്ട് ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എക്സ്പ്രഷൻസ് ഒക്കെ വാരി വിതറുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാധനം ബ്ലെൻഡ് ആക്കാൻ. എനിക്ക് കമ്പാരിറ്റീവ്ലി BB ക്രീമാണ് കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. നല്ല ഒരു വൈറ്റ് ക്രീം ഇട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. CC ക്രീം അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇത് കണ്ട നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയും കട്ട കുത്തി പിടിച്ച് നിൽക്കണ മാതിരിയൊന്നും ഇല്ല, നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് ഈ സൈഡിലാണ് ഞാൻ CC ക്രീം ഇട്ടത്, ഇത് BB ക്രീം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പോൺസിൻ്റെ BB ക്രീം വെച്ച് നോക്കുമ്പോൾ ലാക്മിയുടെ CC ക്രീമിലെ കുറച്ചധികം ഷെയ്ഡ്സ് കൂടുതലുണ്ട്. BB ക്രീമിന് അത്ര വലിയ ഷെയ്ഡ്സ് ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.